എണീറ്റതാണോ അതോ ഉറക്കത്തെ എണീറ്റ് നടക്കണതാണോ? എണീറ്റളിയാ. ഗുഡ് മോർണിംഗ് അളിയാ. ഗുഡ് മോർണിംഗ്. ഇതെന്തോ ഉറക്കാ? സമയം എത്രയെന്ന് വല്ല പിടിയുണ്ടോ മോന്? 8:30. ആ 8:30. നിന്നെ അമ്മൂമ്മ എത്ര തവണ ഒന്ന് വിളിച്ച് വല്ല അറിഞ്ഞായിരുന്നാ? വിളിച്ചോ? ആ കൊറേ തവണ വിളിച്ച്. 12:30 എണീക്കാ. 12:30? ആ സൂര്യൻ വന്നില്ലല്ലോ. അതെ മഴയോണ്ട് അറിയാത്തതാ. കുറച്ച് കഴിയുമ്പോഴേ സൂര്യനങ്ങ് അസ്തമിക്കും. അപ്പൊ ചന്ദ്രൻ ഉദിക്കും. അച്ചടാ. ഇതോളയോ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ വെളുപ്പിന് 3 മണിയല്ലേ. എന്നാ പിന്നെ ഇന്ന് രാവിലെ 6 മണിക്ക് കിടന്നുറങ്ങിയാ പോരായിരുന്ന? അപ്പൊ വൈകുന്നേരം 6 മണിക്ക് എണ്ണീച്ചൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിന്റെ ചെലവ് പകുതിയും കുറഞ്ഞേനെ. എന്താന്നാണ് ഉറക്കം നോയിക്കൊണ്ടിരിക്കണത്? നീ പടവലത്തൊന്നും പോണില്ലേ? അമ്മൂമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് പടവലത്ത് പോണോന്ന്. ഇനിയെ പൂച്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് പോകുമ്പോഴേ നല്ല മഴയായിരിക്കും. മഴയൊക്കെ അങ്ങോട്ട് നനയട്ട്. ഇപ്പൊ വെളിവ് വരുമല്ലോ. പാണു കൊണേന്നേരാ ഏട്ടാ എനിക്കിട്ട് വെക്കണ വേണ്ടേ? അതെ, ഈ രാത്രി മൊത്തം ഗെയിം കളിയല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. ചേച്ചി അവന്മാര് നമ്മളെ വെല്ലുവിളിച്ചത് ഞാൻ അടിച്ച് തീർത്ത് കൊടുത്തില്ലേ. അവന്മാരിപ്പൊ മൂക്കില് വിരളം വെച്ചോണ്ടിരിക്കും. നീ ഇങ്ങനെ ഗെയിമും കളിച്ചോണ്ടിരുന്നോട്ടോ കേശു. ബാക്കിയുള്ളവരുടെ രാവും പകലിരുന്ന് പഠിച്ചോണ്ടിരിക്കുവാണ്. വരയ്ക്കറിയാത്തോണ്ടാണ് മാത്സ് എടുക്കാൻ പോയത്. മാത്സ് എടുത്തപ്പോ അതിലും വലിയ കഷ്ടപ്പാട്. എടാ നീ ഒന്നില്ലെങ്കിലും മലയാളം അല്ലേടേ? വല്ലപ്പോഴെങ്കിലും ബുക്കെങ്കിലും തുറന്നു നോയിക്കൂടെ നിനക്ക്? ശിവ അങ്ങനെ പറയരുത്. മലയാള സാഹിത്യ ശാഖയുടെ എല്ലാ ശിഖരങ്ങളിലും ആടി പാടി ഓടി നടക്കുന്നവനാണ് എന്റെ അളിയൻ. നിങ്ങളെ നോക്കിക്കോ, ഇനി വരാൻ പോകുന്ന പിള്ളേർക്ക് ഇവന്റെ കൃതികൾ പഠിക്കാൻ കാണും. ഇവന്റെ കൃതി ഉറപ്പായിട്ട് എടുക്കും. കൃതിയുടെ പേര് മുമ്പേ നടക്കുന്നവന്റെ പുറകെ നടക്കുന്നവൻ. കൃതിയല്ലത്, വികൃതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. എല്ലാണ്ടും കൂടെ എന്നെ ഇവിടെ ഉറക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിരിക്കുകയല്ലേ അല്ലേ? ഡേയ് എഴിച്ച് പോടേ, പോയി പല്ലേച്ച് പടവലത്ത് വാ നോക്ക്. പടവലത്തിൽ നാളെ പോയ പോരെ? അളിയാ ഒരു ഉപദേശം തരാം. ഈ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്ന പോലെ രാവിലെ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ടോ? ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നല്ല ഉപദേശം അളിയാ, സൂപ്പർ. കറക്റ്റാ. ഉറങ്ങണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. കേശുവേ, ഈ ഗെയിമിംഗ് അഡിക്ഷൻ ഉണ്ടല്ലോ, ആൽക്കഹോളിക് അഡിക്ഷനെക്കാളും കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനി ബാണു കൊണേന്നേരാ ഏട്ടോ. ഞാൻ ഏച്ചി പല്ല് വെച്ചിട്ട് ചായ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് എന്നിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങാലോ അല്ലേ? എന്തൊരു ചേച്ചി ഇത്? ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും എണീക്കാൻ നോക്കുമ്പോ പിന്നെ ഉറക്കാൻ നോക്കല്ലേ? ഇല്ലടാ, നിനക്ക് നമ്മള് താരാട്ട് പാടിത്തരാം. നീ കുഞ്ഞാവയാണല്ലോ. വെച്ചേക്കണേ. എങ്ങനെ നടന്ന മനുഷ്യനാ? ഒരു മൊബൈല് വിചാരിച്ച ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ മാറ്റാം അല്ലേ? എടാ ഞാൻ പറയണേ, നാളെ ഞാൻ എന്തായാലും തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് പോകുന്നതാണ് നല്ലത്. കേക്കുന്നുണ്ടാ? ഇന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് പോയാൽ സുഖമായിട്ട് 6:30 തിരിച്ചു വരാൻ പറ്റും. അത് അടിപൊളിയല്ലേ? ഇന്നങ്ങ് പോയാ പോരെ? നാളെ പോയാ പോരെ? എടാ അതല്ലേ പറഞ്ഞ നാളെ ഞാൻ തിരക്കാണെന്ന്. മാത്രമല്ല എന്ത് മടിയാ കേശു നിനക്ക്. മുന്നേക്കെ പടവലൊന്ന് പറഞ്ഞാ മതി, അപ്പോഴേക്കും വണ്ടി എടുത്തങ്ങ് പോകും നീ. വന്ന് ഭയങ്കര മടി തന്നെ കേട്ടാ. കൊച്ചെന്നാണ് വിചാരം. കൊച്ചു നല്ല അടി കിട്ടും നിനക്ക്. എന്തുവാ എനിക്കറിഞ്ഞൂടാ. മടി ചെക്കന്. ചേച്ചി ഗൗരമ്മയുടെ റൂം മൊത്തം വൃത്തിയാക്കി. അതിപ്പോ നിന്നെ വൃത്തിയാക്കിയത് അമ്മായിനെ എന്ത് വന്നിട്ടാ? അമ്മായി വരുന്നതും പോകുന്നതും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അമ്മായി ഒരു കൊടുങ്കാറ്റാ. കൊറേ നാളും കൊണ്ട് അമ്മായി പറയാ ചെറിയങ്കീഴ് വരെ ഒന്ന് ചെല്ലാൻ. പക്ഷെ പോവാൻ പറ്റില്ല. പോയില്ലെങ്കി മോശമാ. ആര് പോയില്ലെങ്കി ആർക്ക് മോശാന്ന്?
അല്ല നമ്മളെല്ലാരും പോയില്ലെങ്കിൽ മോശമാണ്. എവിടെ പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? യോ ചെറിയൻകീഴ് പോകുന്ന കാര്യം പറഞ്ഞത് അമ്മായിയുടെ അടുത്ത്. ഹൈ, നമ്മ എല്ലാരുമാ சேர்ந்து போறோமா? அங்க என்ன விசேஷம்? അത് ശരി, അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം എല്ലാരും കൂടി ആയിട്ട് പോകാൻ പാടുള്ളൂ. அப்படி இல்ல, நம்ம அங்க போறதா இருந்ததுன்னா எல்லாருமா சேர்ந்து போலாம். அப்படின்னா ரொம்ப ஜாலியா இருக்கும். ആ പിന്നെ ഇവിടെയുള്ള എല്ലാരുമായിട്ട് അമ്മായിയുടെ അടുത്ത് അങ്ങോട്ട് പോയാണ്ടല്ലോ നല്ല ജോളിയായിരിക്കും. പിന്നെ അമ്മായിക്ക് അങ്ങോട്ട് കേറണ്ടേ വരത്തില്ല. എന്നാ ഈ ചൂല വെച്ചേക്ക്. நம்ம எல்லாருமா சேர்ந்து மதுரைக்கு போறோம்னு சொல்லிட்டு போறதே இல்லல்ல. ആ അതിന് അമ്മൂമ്മ ഒരു തീരുമാനം ഉണ്ടാക്കി തരും. ഞാൻ ഇപ്പൊ വരാം. ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞ ഉടനെ മധുരയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞോണം. ഇതിന് മാത്രം അവിടെ എന്തോ ഇരിക്കുന്നു? அம்மா, மதுரையில உலகத்துல இருக்கிற எல்லாமே இருக்குமா? എല്ലാം ഇരിക്കുന്നു. ഇവിടുത്തെ അടുക്കള അവിടെ ഇരിപ്പുണ്ടോ? என்னம்மா இது? இங்கത്തെ അടുക്കള எப்படியம்மா மதுரையில இருக்கும்? வேற எல்லாம் இருக்கம்மா? എല്ലാം ഇരിക്ക്. എടാ നിങ്ങൾ ശരിക്കും മേഡ് ഫോർ ഈച്ച് അതർ ആണ് ഏട്ടാ. ജമ്പനും തുമ്പനോ നിങ്ങള്? அம்மா, നോക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ. പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ മുറിയും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാം കേട്ടാ. ഞാനാ ആ ചെയ്തോ പണിയെടുക്കേണ്ട പ്രായമാ. ഞാനൊന്നും ചെയ്യത്തില്ല.